as the sun goes down. Just a breath until our next kiss. Never knew of a love like this. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞാക്കി മാറ്റിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിലയേറിയ ഈ സമയവും ഈ സാഹചര്യവും എല്ലാം കർത്താവേ, നീ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. നീ കാണാത്തതും നീ അറിയാത്തതുമായ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ അള്ളിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. കർത്താവേ, അപ്പാ, ഇന്ന് ഈ ദിവസത്തിനായി നിനക്ക് സ്തുതി, കൃപകൾക്കായി നിനക്ക് സ്തുതി. ദിവസങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നതായ ഈ ദിവസം കർത്താവെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടുത്തെ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെയും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവമേ, ആ മുഹൂർത്തത്തിലേക്ക് നീ അവിടുന്ന് കടന്നു വരുന്നതിനാൽ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പിതാവേ, ഈ മക്കൾ രണ്ടുപേരെയും ഒരുമിച്ച് ബന്ധപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗം മുൻപ് കൂട്ടി കാര്യപരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ള എന്ന് അടിയങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ ദൈവമേ, ഞങ്ങൾ ആ മുഹൂർത്തത്തിലേക്ക് കടന്നു പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ നിന്നോട് അനുവാദം ചോദിക്കുന്നു. കർത്താവേ, ഈ മക്കളെ കയറ്റിപ്പിടിച്ച് അപ്പാ അതിൻ്റെ തൃക്കരങ്ങളിൽ കൂടി കർത്താവെ ഇവരെ ബന്ധിപ്പിച്ച്
കർത്താവേ നീ അവിടെ ക്രമീകരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ 2 വ്യക്തികളെ കൂടി ബന്ധപ്പെടുത്തുന്നു, 2 ദേശങ്ങളെ കൂടി ബന്ധപ്പെടുത്തുന്നു, 2 കുടുംബങ്ങളെ കൂടി ബന്ധപ്പെടുത്തുന്നു. കർത്താവേ ഇതൊരു പുതിയ അനുഭവമായി തീരുവാൻ തക്കവണ്ണം, ഇവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ ഇവരെ യാത്രയക്കുവാൻ തക്കവണ്ണം വന്നു കൂടിയിരിക്കുന്നതായ ഓരോ മക്കളെയും കർത്താവേ നീ പേരായി അറിയുന്നുവല്ലോ. ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കുട്ടിനെയും മിനിയെയും അപ്പാ മെൽവിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബം എൻ്റെ ദൈവമേ ഇത്രത്തോളം നീ നിർത്തി തന്നതിനാൽ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ ചൊല്ലുവാൻ തക്കവണ്ണം ഇല്ലായ്മയിൽ നിന്ന് കർത്താവേ നീ കൈപിടിച്ചുയർത്തി ഇത്രത്തോളം എത്തിച്ചതിനാൽ നന്ദി നിറഞ്ഞ കൃതജ്ഞതയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു പിതാവേ. അപ്പാ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. യേശുപിതാവേ ഇവർക്ക് പുതിയൊരു സംരംഭം കൊടുക്കുവാൻ തക്കവണ്ണം, പുതിയൊരു കുടുംബജീവിതം കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവമേ അതിനൊരു മുഖാന്തരമായി തീരുവാൻ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എൻ്റെ കർത്താവേ നിൻ്റെ കരം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ നന്ദിയോടെ 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 സ്തോത്രം. അപ്പാ ഞങ്ങളുടെ യാത്രയിലെല്ലാം കൂടിയിരിക്കണമേ, കടന്നു വരുന്ന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഈ സമയത്തിനായി നിനക്ക് സ്തുതി, കൃപകൾക്കായി നിനക്ക് സ്തുതി, മാനവും മഹത്വവും തിരുവെടുക്കണമേ. സകലവും അൻപുള്ള യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ ഉത്തരവരുളുവാറാകണമേ. ആമീൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. A love like this. You and me, baby, loving like crazy, praying that it never ends. Yeah, you and me, darling, we've really got something the world just can't understand. Yeah, it's you and me, falling in love every day till we're both. ചേട്ടാ ഞാൻ It's you and me. As long as we live, I'll never know a love like this. Planning trips on the weekends, living life like we're just kids. Pretty soon we'll have a few of our own in our very own home. Yeah, you and me, baby, loving like crazy, praying that it never ends. Yeah, you and me, darling, we've really got something the world just can't understand. Yeah, it's you and me, falling in love every day till we're both holding gray. Yeah, it's you and me. As long as we live, I'll never know a love like this. As life goes on, ദൈവമായ കർത്താവേ, തിരുമുമ്പാകെ
അവിടുത്തെ നിന്നെ കാത്തോളുകയും ചെയ്യുമാറാകട്ടെ. അദൃശ്യമായി ആളുകളിലേക്ക് കൂടെ സഹായിച്ച് സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണോ സജീവം അർപ്പിച്ചത് ഈ ബന്ധത്തെ അത്രമേൽ വിശുദ്ധമായി അത്രമേൽ ത്യാഗഫലമായി പ്രതീക്ഷിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ സമാപന ഭാഗത്ത് സുവിശേഷം വായിച്ച് ശിരസിന്റെ ഭൂശാന്തതയിൽ ശ്രീമ വാഴ്ത്തി അവരെ അണിയിച്ച് മിനജാതി മുഴുവൻ അണിയിച്ച് സമാപന പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ പൂർത്തിയാകും. കിരീടവാഴിലേക്ക് പ്രവേശിക്കാൻ
ദൈവമായ കാരണങ്ങളാൽ ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി ും
ജനിച്ചവനും സത്യനാഥനും സദാശിവകാരണനായകനും തന്നാൽ സമർപ്പിക്കപ്പെട്ടവനും മനുഷ്യായുധങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ രോഗായുധങ്ങളെ വിശുദ്ധകന്യമായ ശരീരമായ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധപ്പെട്ട് മൂന്നാം ദിവസം ജീവനം വരെ മരിച്ചതിന്റെ ഒരു ലോകത്തോടെ എഴുതുവാനിരിക്കുന്നു ഒരു രാജ്യത്തിന് അവസാനമായ യേശു കർത്താവ് ഞങ്ങൾ ജീവനും വിശുദ്ധമായ യോഗമായിരുന്നു കാതോലിക സൈന്യമായ ഏകവിശുദ്ധ സഭയിൽ പൂർണ്ണമാകുകയാണ്. പന്നേകോർപ്പിസ്കോപ്പായുടെയും ബഹുമാനരായ വൈദിക സഹോദരങ്ങളുടെയും സഹകാലബന്ധത്തിൽ കായിക സംഘത്തിലെ ശുചീമങ്ങളും നിങ്ങൾ പ്രിയപ്പെട്ട ബന്ധുക്രാദികൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ എല്ലാവരുടെയും നിറഞ്ഞ സാന്നിധ്യത്തിൽ മെൽവിനെ പള്ളിയിൽ വെച്ച് ഭർത്താവായിട്ടും റോസ്മോളെ ഭാര്യയായിട്ടും അഭിഷേകം ചെയ്യുന്ന, അംഗീകരിക്കുന്ന, നിങ്ങളെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായ പ്രാർത്ഥനയാണ് ഇവിടെ ഇപ്പോൾ പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തമ്മിൽ ഞങ്ങൾ തമ്മിലല്ലേ ആവരണം ചെയ്യുന്നത്, ഞങ്ങളല്ലേ വിവാഹം കഴിക്കുക, ഞങ്ങളല്ലേ മോദനം കൈമാറേണ്ടത് എന്ന ചോദ്യം കാലികമായി സംശയമായി ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ആർക്ക് സ്വന്തമായി പേരുണ്ടായിരുന്നില്ല. നമ്മൾ അഭിമാനത്തോടെ എല്ലാവരും റോസ്മോളെന്ന് വിളിക്കുമ്പോൾ ജനസിദ്ധമായി കിട്ടിയ പേരല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് തന്ന പേരാണ്. നിങ്ങൾക്ക് പള്ളിയിൽ വെച്ചിട്ട് ഒരു കാർമ്മികയിലൂടെ ലഭ്യമായിട്ടാണ്, ജനസിദ്ധമായി പേരുപോലുമില്ലാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ വളർന്നു നിങ്ങൾക്ക് പള്ളിയിൽ വെച്ച് തന്നെ അതിൽ നിന്ന് നിങ്ങളെ മോളെ അല്ലെങ്കിൽ മുട്ടേ വിളിച്ചിരുന്നതിൽ നിന്നും വലിയൊരു പദ്ധതിയിലേക്ക് നിങ്ങളെ ഇവിടെ വെച്ചിട്ട് ഭർത്താവ് ഭാര്യയുമായിട്ട് സഭ നിങ്ങളെ ഡിക്ലയർ ചെയ്യുന്ന അനുഗ്രഹീതമായ കർമ്മം. അതുകൊണ്ട് ആ ഒരു കിരീടധാരണവും ആദ്യകാലം കിരീടമായിരുന്നു, പിന്നീട് മാറിപ്പോയിട്ടുള്ളതാണ്. സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇതുമാകട്ടെ ധാരാളം പരീക്ഷകൾ എഴുതി വിജയിച്ച് ജോലികൾ നേടി അല്ലെങ്കിൽ ഉന്നതമായ കാര്യങ്ങളൊക്കെ വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ തോറ്റാൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ദേഷ്യപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ വിജയിക്കാൻ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ഇവിടെ മുതൽ മെൽബിനും റോസ്മോളും പരാജയപ്പെടാൻ തീരുമാനിച്ചതല്ലാതെ ഈ പരീക്ഷ ജയിക്കില്ല. ജീവിതമെന്ന പരീക്ഷ ജയിക്കണമെങ്കിൽ റോസ്മോൾ മെൽബിന് വേണ്ടിയിട്ടും മെൽബിൻ റോസ്മോൾക്ക് വേണ്ടിയിട്ടും തോറ്റേ മതിയാണ്. വിജയിച്ചവനല്ല കർത്താവ്, അവൻ തോറ്റവനാണ്. അവൻ തോറ്റവൻ നിൽക്കുന്നവനാണ്. ഞാൻ ഉപദേശങ്ങളായധികം സംസാരിക്കാതെ പരസ്പരം നിങ്ങൾ തോൽക്കാൻ തീരുമാനിച്ചാൽ കാര്യം എളുപ്പമായി. കീഴ്പ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ പ്രവർത്തിച്ചാൽ പ്രതിരോധം ശക്തമാണ്.
റോസ്മോളെ കീഴ്പ്പെടുത്താൻ വേണ്ടി മെൽവിനെ കീഴ്പ്പെടുത്താൻ റോസ്മോളെ പരിശ്രമിച്ചാൽ രണ്ടുപേരും ശക്തമായി പ്രതിരോധിക്കുകയും കൂടെ വിദ്യാലയങ്ങളെ കൂടെ ചെയ്യും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ സ്വന്തമായി തീരുമാനിക്കുക, പരാജയപ്പെടുക, അവരിന് വേണ്ടി ജീവിക്കുക, അവരുടെ ജീവിതം വിജയിക്കും. തീരുമാനിക്കട്ടെ. ഒരു കോഴ്സ് കൂടുമ്പോൾ അച്ഛന്മാർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. കുട്ടികൾക്കെല്ലാം 3 ദിവസത്തെ 2 ദിവസത്തെ അവർക്ക് നിർബന്ധിതമായ ക്ലാസ് കൊടുത്ത് റിവ്യൂ എഴുതി വാങ്ങുമ്പോൾ അത് കുട്ടികൾ എഴുതിയിട്ടുള്ള കലന്റ് നമ്മൾ മുതിർന്നവർ മനസ്സിലാക്കുന്ന കാര്യമാണ്. അവർ പറയും, ഞങ്ങൾക്ക് മാത്രമുള്ളതായ ക്ലാസ്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും വേണം. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം വിജയിക്കണമെങ്കിൽ ഇവർ മാത്രം നോക്കിയാൽ നടക്കില്ല. നിങ്ങൾ മാതാപിതാക്കൾ ശക്തമായി പിന്തുണച്ച് പ്രാർത്ഥിച്ചെങ്കിലല്ലാതെ, നിങ്ങളുടെ പൂർണ്ണമായ സഹകരണമില്ലാതെ ഈ ദാമ്പത്യം വിജയിക്കുന്നത് നിങ്ങളോട് സാധിക്കില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ യേശുനാഥത്തെ ഈ നേരത്ത് നിങ്ങളുടെ അനുഗ്രഹിക്കാനായ സമയം കണ്ടെത്തിയത് നിങ്ങളോടുള്ള കുടുംബത്തോടുള്ള വിശ്വാസത്തോടുള്ള വലിയ അടുപ്പവും സ്നേഹവും സൗഹൃദവുമാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിവാഹ അംഗണങ്ങളും നടന്നുകൊണ്ട് ജോലിയച്ഛൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആകാശത്തെയും ഭൂമിയെയും ഈ വിശുദ്ധ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എഴുന്നള്ളി കടന്നു വന്ന് ഈ വിവാഹ ഉല്ലാസ ആശീർവദിച്ച് അതിന്റെ പിതാവായ മനസ്സുകൊണ്ട് I'm not afraid of losing what I've found. If all the fallen pieces hit the ground, I see it in your eyes, my lover and my bride. Our love's a steady tide. A story speaks and silences my doubt. The wind may blow, but He's built this house. Your voice so soft and strong, my husband all alone. Our love's a steady song. And I lay down everything, every part of me, I'm yours. Oh, through everything, here we stand, hand in hand, I'm yours. I've waited for a love that outlasts time, praying for a soul that betters than mine. I knew it from the start, together not apart. Our love's a steady heart. And I lay down everything, every
every part of me, I'm yours. Oh, through everything, here we stand, hand in hand, I'm yours. And I lay down everything, every part of me, I'm yours. And I'm yours. And I lay down everything, every part of me, I'm yours. Through everything, here we stand, hand in hand, I'm yours. I've been working so hard to get you out my head, but I can't stop my thinking for the words that you have said. You told me that you loved me, how could I forget? Now it's spinning around inside my head. So I hold on, however long, till we both rocking on the porch. Yeah, I hold on till the morning. So I wrote her a love song to show her how I feel, to tell her she is all I ever need. So I hold on, however long, till we both rocking on the porch. Yeah, I hold on till the morning comes. Promise that you'll be in my arms. നമ്മുടെ ഒരു പ്രഷ്യസ് മൊമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. And dear Melvin and Rosemont, you are so lucky because your friends are there, cousins, your family and relatives are right over here. And thank you once again. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഒത്തിരി തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്.
അതെല്ലാം മാറ്റിവെച്ച് ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഈ ഫാമിലിയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുചേരാൻ ഒരേ ഒരു റീസണേ ഉള്ളൂ. ആൻഡ് ദ റീസൺ ബിഹൈൻഡ് ദിസ്, our dearest Melvin and our gorgeous bride Rosmol is united. So, ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദയവായിട്ട് നമ്മുടെ വേദിയിൽ നിൽക്കുന്ന എല്ലാവരും സീറ്റുകളിൽ ഇരിക്കേണ്ടതാണ് എന്ന് താല്പര്യപ്പെടുന്നു. സോ നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് എല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മെൽവിനും റോസ്മോളും അവരുടെ ചങ്കായിട്ടുള്ള ഫ്രണ്ട്സും ഇവിടെയുണ്ട്. സോ അവർക്ക് അനുഗ്രഹ ആശംസകൾ ചൊരിഞ്ഞുകൊണ്ട് ഒരു വിവാഹ മംഗളഗാനത്തിനായിട്ട് നമുക്കൊരുങ്ങാം. എല്ലാവരും ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ചെറുപ്പത്തിൽ നമുക്കറിയാം, മെൽവിനും റോസ്മോളും അവരുടെ വീട്ടിലെ ആദ്യത്തെ കൺമണി, മെൽവിൻ ഒബിയസ്ലി ആദ്യത്തെ കൺമണിയാണ്. രണ്ടുപേരുടെ വീട്ടിലെ ആദ്യത്തെ മാരേജാണ്. സോ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസ് നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി ഇമോഷൻസ്, സ്നേഹം, നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വന്നത്, അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു പ്രൗഡ് മൊമെൻ്റാണ്. കാരണം നിങ്ങളുടെ സ്നേഹത്തിലും ആ ഒരു സന്തോഷത്തിലും സഹനത്തിലും വളർന്നു വന്ന ഈ കുട്ടികൾ ഇന്ന് വളരെ പ്രൗഡായിട്ട് നിങ്ങളുടെ മുൻപിൽ ഒരു കത്തായിട്ട് നിൽക്കുകയാണ്. ആ സെയിം എക്സൈറ്റ്മെൻറ്റ് എനിക്ക് മെൽവിൻ്റെയും റോസ്മോളുടെയും മുഖത്ത് കാണാൻ പറ്റും. അവർ ഇങ്ങനെ ഗോർജിയസ് ആയിട്ട് ഭയങ്കര തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ I just want to say you look absolutely gorgeous together. So, ഒരു മിക്സഡ് ഇമോഷൻസ് ഇവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കതൊന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളൊക്കെ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ മെൽവിനോടൊന്ന് മെൽവിനോട് റോസ്മോളിനോട് എനിക്കൊന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ മനസ്സിൽ എന്താണ് ഇപ്പോൾ? സോ ഡിയർ മെൽവിൻ, ഹൗ ഡു യു ഫീൽ നൗ? Happy. It's like a dream. Okay, thank you so much. And over to Rosmol. Rosmol, how do you feel now? എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്? നല്ല ഹാപ്പിയാണ്. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. Yes, thank you so much. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓക്കെ, നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് to be loved, and we are so much in love and excited to see you both together, and wishing you once again a very, very happy married life. And with your love and commitment, you are starting a new journey as husband and wife. It's a beautiful journey with lots of obstacles must be there. So wishing you all the best from the bottom of my heart. Okay, so അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മെൽവിനെയും റോസ്മോളിനെയും. പക്ഷെ എന്നിരുന്നാലും പോലും അവരെന്ത് ചെയ്യുന്നു എന്നൊരൊറ്റ വാക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ
today and working in an architectural firm. So, നമ്മൾ ഒഫീഷ്യലായിട്ട് ബ്രൈഡിനെയും ഗ്രൂമിനെയും പരിചയപ്പെട്ടു. പക്ഷേ ഇതിലിങ്ങനെ ഇരിക്കുന്നത് ഇത്രയും മനോഹരമായ സ്റ്റേജിൽ ഇതിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു പൂർണ്ണത തോന്നുന്നുണ്ടോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇത് കംപ്ലീറ്റ് ആയോ? ഒരിക്കലും ഇല്ല. ആണോ? അല്ല. സോ ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണം. സോ ലെറ്റ്സ് വെൽക്കം the beautiful family of our groom Melvin and our bride Rosemont to the dance. So ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി ഇമോഷൻസ് നിറച്ചുകൊണ്ടാണ് നമ്മുടെ മെൽവിൻ്റെയും റോസ്മോളിൻ്റെയും ഫാമിലി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. Of groom, first groom's father, K. Borges. He is an eminent businessman and director of Dentier, and his better half, Minnie K. Edos, is the strength. I think she's the strength and heart of the family. നമ്മുടെ മെൽവിൻ്റെ ഫാമിലിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് മിനി ആൻറ്റിയാണ്. സോ ആൻഡ് ഷീ ഈസ് ഓൾസോ the managing director of New Valley Corporation, and his one and only sister Maureen. So ഞാൻ Maureen കയറി വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ആർക്കും ഇല്ലാത്ത ഒരു എക്സൈറ്റ്മെന്റ്, ഒരു പ്രൗഡ് ഫീലിംഗ് Maureenന്റെ മുഖത്തുണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ കല്യാണം ആവുമ്പോൾ അത്രയും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ സിബ്ലിങ്ങിൻ്റെയാണ്, അവിടെ നമ്മളാണ് സ്റ്റാർ. So Maureen, you are looking absolutely stunning, and by profession, we just want to introduce Maureen. Her profession is working in UK and in the field of ministry and administration. So that's all for the groom's family. So over to the bride's family. നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരിയായ റോസ്മോളുടെ father. He was a builder earlier, and he is currently working and associated with KSFE. And Rosemont's mother, she is a hardworking person that we ever know, because she is managing all the household work, and she is running a shop with her grace and determination. So ഈ സ്റ്റേജ് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാലും മുഴുവനായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഹി വാസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ വർക്കിംഗ് ഇൻ അലക്സാൻഡ്രിയ, ആൻഡ് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ജോൺ പോളിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്കറിയാം, ഇവിടെ ലൈവായിട്ട് വീഡിയോസ് പോകുന്നുണ്ട്. ജോൺ പോൾ കഞ്ചുമ വെട്ടാതെ, എന്നല്ലേ പറയാം, കഞ്ചുമ വെട്ടാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ജോൺ പോളിൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. സോ ഡിയർ ജോൺ പോൾ, ഇത് ജോൺ പോൾ കേൾക്കുന്നുണ്ടാ. വി ടെറിബിളി മിസ് യു ഡിയർ, ആൻഡ് ഫ്രം ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. സോറി. സോ ഫ്രം മെൽവിൻ ആൻഡ് റോസ്മോൾ. Hi Josport, we really miss you and have it from our side. Thank you so much. And ഈ ജോസ്പോൾ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ജോസ്പോളിൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്. He is sending his wishes and prayers from far, and ജോസ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കാം. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരും അഭിവന്യ പിതാവും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചടങ്ങുകൾ, ഒഫീഷ്യൽ ചടങ്ങുകൾക്കായിട്ട് നമ്മുടെ അഭിവന്യ പിതാവിനെയും വൈദിക ശ്രേഷ്ഠരെയും ഞാൻ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. സ്റ്റേജിൽ വെച്ചിട്ടുള്ളതായ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതിനായി എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.
ഏറ്റവും ആദ്യമായി പ്രകാശം തെളിയിക്കുന്നു. അതിന് പ്രിയപ്പെട്ട വധൂവരന്മാരെ ക്ഷണിക്കുകയാണ്. അത് തയ്യാറായി രണ്ടുപേരും കൂടി ചേർന്ന് മധുരം പങ്കുവയ്ക്കുന്നതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്ര. മധുരം പങ്കുവെച്ച് സന്തോഷിക്കട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ അത് ബ്ലസ് ചെയ്ത് കൊടുത്താൽ രണ്ടുപേരും കുറച്ച് പിന്നെ പങ്കുവയ്ക്കണം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഇനി സന്തോഷത്തിൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു പ്രിയപ്പെട്ട മണവാളനെയും മണവാട്ടിയെയാണ് നാം കണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മറ്റൊരു പ്രസംഗത്തിനോ ഒത്തിരി ആശംസിക്കൊന്നും സമയമില്ല. ആളുകളെല്ലാം തിരക്കുള്ളവരും വളരെയധികം ധൃതിയുള്ളവരുമാണ്. അതുകൊണ്ട് ഞാൻ 1-2 മിനിറ്റ് അവസാനിപ്പിക്കും. മാത്രമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളിലേക്ക് വിചാരം പ്രസംഗത്തിൻ്റെ ക്രമം കൊണ്ട് നിങ്ങൾ ഉണ്ടാതിരിക്കുന്നതാണ്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രായമുള്ള ഒരു അമ്മച്ചി എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എൻ്റെ പ്രസംഗം അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതെന്നെ അച്ഛൻ അങ്ങനെ ചോദിച്ചത് അല്ല, എന്നെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു എന്ന് ചോദിച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ആ പാവപ്പെട്ട അമ്മ എന്നോട് ചോദിച്ചത്, അച്ഛൻ കിട്ടിയിരുന്ന ഈ മാല എത്ര വണ്ടിയാണ് ഞാൻ പ്രസംഗിച്ചതോ അവളെ ശ്രദ്ധിച്ചതോ എവിടെ? അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നതാണ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ കേൾക്കാൻ വേണ്ടി 2 മിനിറ്റ്. ഈ കുടുംബം, മണവാളൻ്റെ കുടുംബം, വളരെ ചെറുപ്പം മുതൽ എനിക്ക് വലിയുള്ള വർക്കി സാറിൻ്റെ കുടുംബം, ദൈവവചനത്തോട് ബന്ധപ്പെട്ട ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് മണവാളൻ്റെ കുടുംബം. ഒപ്പം തന്നെ മണവാട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ദൈവഭയമുള്ള ശ്രേഷ്ഠമേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ഈ 2 കുടുംബവും ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഇവരിപ്പോൾ പ്രകാശം തെളിയിച്ചു. പ്രകാശത്തിൻ്റെ 2-3 സവിശേഷത ഒറ്റ മിനിറ്റിൽ പറഞ്ഞ് ഇവർക്ക് അഡ്വൈസ് കൊടുക്കുന്നതാണ്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ, ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് വേ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെളിച്ചം നേർവഴിയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. കുടുംബജീവിതം നേർവഴിയിൽ പോയിക്കൊള്ളണം. മാതാപിതാക്കന്മാർ ദൈവവചനം ഘോഷിക്കുന്നവരായതുകൊണ്ട് എപ്പോഴും നേർവഴിയിൽ പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. പറഞ്ഞ വഴി വക്രത ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. രണ്ടാമത്തെ പ്രത്യേകത, പ്രകാശം എത്ര വേഗതയിൽ സഞ്ചരിച്ചാലും ആരെയും ഇടിച്ചു വീഴ്ത്തുന്നില്ല. വഴിയിൽ കാണുന്നതിന് മുഴുവൻ പ്രകാശിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. എൻ്റെ കാർ അമിത വേഗതയിൽ സഞ്ചരിച്ചാൽ കണ്ടുമുട്ടുന്നതിനെ ഇടിച്ചു വീഴ്ത്തും. പക്ഷെ പ്രകാശം അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തിക്കും തിരക്കുമുണ്ടെങ്കിലും പരസ്പരം പ്രകാശിപ്പിക്കണം, സന്തോഷിപ്പിക്കണം, ദൈവവചനം കൊണ്ട് പ്രകാശം കൊടുക്കണം. ഞാൻ എല്ലാ കല്യാണത്തിനും പറയാറുള്ള ഒരു കാര്യം, ഇന്നു മുതൽ മോള് ആ മണവാളനെ യജമാനെ എന്ന് വിളിച്ചോണം. മനസ്സിലായത്? തിരിച്ച് നീ അവളെ പ്രിയ എന്നും വിളിച്ചോണം. സന്തോഷമായി ചെയ്തോളൂ എന്ന് എനിക്കറിയാം. ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോൾ അച്ഛന്മാർ ചോദിച്ചു, മാധവക്കാച്ച എത്ര വർഷമായി യജമാനാന്ന് വിളിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ കല്യാണം കെട്ടിച്ച് 6 മാസം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു. ഉമ്മ വിളിച്ചതാ, ആ സ്ത്രീയാണ്, മോളാണ്, ഭാര്യയാണ് ഫോൺ എടുത്തത്. അവൻ എന്തേടി എന്ന് ചോദിച്ചു. സിമ്പിളായിട്ട് അവൾ എന്നോട് പറഞ്ഞു, അച്ചോ യജമാനൻ തുറന്നു അച്ചോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് പ്രയോജനപ്പെട്ടു. അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഓർത്തോണം, തിക്കും തിരക്കുന്നുണ്ടെങ്കിലും പ്രകാശിപ്പിച്ചു കൊടുക്കണം.
വളരെ ചുരുക്കമായി ചില സ്ത്രീകൾ, നമ്മളൊക്കെ സ്ത്രീകൾക്ക് ഒരല്പ വിഷമോ സങ്കടമോ പരിതാപമോ ഒക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ, പ്രയാസം പറയുമ്പോൾ എനിക്ക് മോനോട് പറയാനുള്ളത്, എന്നാടി പ്രിയെ എന്ന് ചോദിച്ചാൽ അവളെ വിശ്വസിക്കും. വലിയ ഇടിയും മഴയും ഉണ്ടാകുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി, കിട്ടുന്നില്ല. അപ്പം തന്നെ വിഷയം അവിടെ ചെയ്യും. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകും. മൂന്നാമത്തെ കാര്യം പ്രകാശത്തിൻ്റെ അടുത്ത സവിശേഷത. ഈ മെഴുകുതിരിയിൽ നിന്ന് എത്ര മെഴുകുതിരി കത്തിച്ചെടുത്താലും ആദ്യത്തെ മെഴുകുതിരിക്ക് ശോഭ കുറയില്ല. നിങ്ങൾ പങ്കുവെച്ചുകൊള്ളണം പരസ്പരം. ഒരു കുറവും വരികയില്ല. പരസ്പരം പങ്കുവെക്കണം. സന്തോഷം പങ്കുവെക്കണം, സമാധാനം പങ്കുവെക്കണം, സ്വസ്ഥത പങ്കുവെക്കണം, ദൈവവചനം പരസ്പരം ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം. അങ്ങനെ 3 കാര്യമേ പ്രയാസത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. 1, നേർവഴിയിൽ കുടുംബജീവിതം നയിക്കണം. 2, ഏത് മുനിസിപ്പാലിറ്റി ഓർഡറിൽ കൂടി പ്രകാശം കടന്നു വന്നാലും പ്രകാശത്തിന് ദുർഗന്ധമില്ല. കാറ്റാണ് വരുന്നതെങ്കിൽ ആ കാറ്റിൽ ദുർഗന്ധമുണ്ട്. നമ്മൾ ദൈവമക്കളാണ്. ഏത് പ്രതിസന്ധിയിലൂടെ കടക്കേണ്ടി വന്നാലും തനിമ നഷ്ടപ്പെടരുത്, പ്രത്യാശയും നഷ്ടപ്പെടുത്തരുത്. കർത്താവിനെ സ്തുതിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മാതാപിതാക്കന്മാർ നമ്മൾ അല്പം പ്രായമുള്ളവരാണ്. പിള്ളേരെ അല്പം സ്പീഡിലൊക്കെ ഓടിയേണ്ടി വരും. അവരെ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ബെൻസ് കാറിനോട് തോന്നിക്കാറില്ല. നല്ല സ്പീഡിൽ അവർ ഓടും. ബെൻസ് പുതിയ പിള്ളേരെ ഓടിക്കോട്ടെ. നമുക്കല്പം പ്രായമുള്ളതുകൊണ്ട് നിങ്ങളെ ഞാൻ പഴയ അംബാസഡർ കാറിനോട് ഓടിപ്പിക്കും. ബെൻസ് ഓടി കണ്ണത്താൻ ദൂരത്തെത്തുമ്പോൾ അംബാസഡർ ഓണടിച്ചോണം. ഓണടി കേട്ടാൽ അപ്പം നിർത്തിക്കോണം. എന്നാ പാപ്പ, എന്നാ മമ്മി, ചായ വേണം, കാപ്പി വേണം, ചോദിച്ചിട്ട് പോകാവൂ. കേട്ടല്ലോ? ഓക്കെ. ഇനി ക്ഷമിക്കണം. അംബാസഡർ ഓർത്തോണം. ആവശ്യം കൂടാതെ ഓണടിച്ച് പിള്ളേരെ നിർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം അവർക്ക് മനസ്സിലായി. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആളാണെന്ന് പ്രിയപ്പെട്ട ഏകദേശം അറിയാം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. അതുകൊണ്ട് 3-4 പേര് കുറിച്ച് വിളിച്ചു. ഈ സാധനമായിട്ട് നിർത്തുമ്പോൾ വിചാരിച്ച് ഞാനിവിടെ നിർത്തത്തെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രകാശം ഇനി ഏതെങ്കിലും വഴിയിൽ വെച്ചതിനെ കാണുമ്പോൾ ദൈവം നമ്മൾ പ്രകാശം എന്ന് പറഞ്ഞേക്കരുത്. വചനം പഠിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഗോഡ് ബ്ലെസ് യു. Thank you so much, Father, for your gracious presence here. വെറും 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ പറ്റി പറഞ്ഞു തന്നുകൊണ്ട് എത്ര മനോഹരമായ ഒരു ജീവിത പാഠമാണ് നമുക്ക്, എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്, ഫാദർ. താങ്ക് യു വൺസ് അഗെയിൻ. നമ്മുടേതായ പ്രാർത്ഥന പിതാവാകുന്ന പുത്രനാകുന്ന പരിശുദ്ധാത്മാവുന്ന നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തെ നൽകിയത് ഒരിക്കലും കർത്താവെ ഭക്ഷിക്കുന്നതിനുള്ളിൽ ഒരു കർത്താവെ നമ്മൾ നൽകിയിട്ടുണ്ട്. കർത്താവെ അങ്ങനെ കൂടിയായി പരിശുദ്ധാനുവാദ്യമായിട്ട് ആകാശം അത് കരുണയോട് അനുസരിച്ച് വഹിക്കുകയും ചെയ്യാൻ നല്ലൊരു ചെറുമാറാകണമേ. നിങ്ങളെല്ലാവരും പ്രസന്റേഷൻ നൽകാനും പങ്കെടുക്കാനും അവസരമുണ്ട്. എല്ലാവരും സംപ്രദായം ഇതിലൂടെ സിംഹാസന പള്ളിക്കടവയിലെ എല്ലാ ദൈവങ്ങളുടെ പേരുള്ളതായ എല്ലാ വിവാഹങ്ങളുടെ ആശംസകളും ദൈവം അനുഗ്രഹിക്കുന്നു. Your love is deep, deeper than the ocean, deeper than a heart can know. Your love is higher than the heavens, highest are your ways.
God. Glory, glory in the highest. Glory, glory, all to God. Glory, glory in the highest. Glory, glory, all to you. Glory, glory in the highest. Glory, glory, all to you. 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 Love came down, God with us, Emmanuel, in Jesus Christ. All hope is found. All hope is in you. All hope is in you. I've been waiting for this feeling that I have with you. I've been searching for a love that makes the old feel new. All I ever needed was a life with you, to know that I could make it through alright. We don't need money, they can have it all. I don't need a lot as long as I have you. Ain't nothing better than you. I've been praying. I'm his roommate, his classmate, and more of a family. He's more than what meets his eyes or our eyes. Underneath that stubborn, mature personality, there is a very sweet, caring, concerned person who cares about all of us. He's truly caring. He's dependable. He's handsome, he's smart. A brother in every sense of the word. Seeing him today reminds me why he deserves this bundle of happiness. He loves deeply, protects fiercely, and gives his best to the people he cares about. And today, he's found someone who sees all of that and loves him for it. So let's give it up for Melvin and his amazing partner Rose. May your life together be filled with love, laughter, and just enough arguments to keep it interesting. Congratulations and welcome to the family, Rose. Thank you. We don't need money, they can have it all. I don't need a lot as long as I have you. Ain't nothing better than you. Ain't nothing better than you.